عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأن إلى ربك المنتهى وأنه هو أضحك وأبكى وأنه هو أمات وأحيا لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم الله الله ربنا لا نشرك به شيئا لا إله إلا أنت سبحانك إنا كنا من الظالمين يا حي يا قيوم إنا نرجو رحمتك ولا تكلنا إلى أنفسنا طرفة عين وأصلح لنا في شأننا كله لا إله إلا أنت. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സ്തുതിക്കാതെയും അവനെ വാഴ്ത്തിപ്പറയാതെയും അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്താതെയും അവൻ്റെ ഏകത്വത്തെ പ്രകീർത്തിക്കാതെയും അവൻ്റെ ഏകത്വത്തെ പരസ്യപ്പെടുത്തി ഉറക്കെ വിളിച്ചു പറയാതെയും ഒരു നിമിഷ നേരം പോലും ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെയൊക്കെ ദുർബലതയും നിസ്സഹായതയും ഏറെ നമുക്ക് ബോധ്യപ്പെടേണ്ട സന്ദർഭത്തിലൂടെ, സമയത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷ നേരം കൊണ്ട് ഒരു ആയുസ്സ് മുഴുവനും സമ്പാദിച്ചതും പ്രിയപ്പെട്ടവരെയും പ്രിയപ്പെട്ടതിനെയുമെല്ലാം നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടവർക്ക്, ദുരന്തത്തിലകപ്പെട്ടവർക്ക് ശുഹദാക്കളുടെ പദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർ നമ്മുടെ സഹോദരങ്ങളാണ്. മുഅ്മിനീങ്ങളായവർക്കൊക്കെയും അല്ലാഹു ശുഹദാക്കളുടെ പദവി നൽകുമാറാവട്ടെ. ഒറ്റപ്പെട്ടു പോയവർ, ജീവിതത്തിൽ ആരുമില്ലാതെ ഒറ്റയായിപ്പോയ ഒരുപാട് ആളുകൾ, ഒരുപാട് കുടുംബങ്ങൾ, ഒരു നാടും ഒരു സംസ്ഥാനവും ഒരു രാജ്യവും മൊത്തം
പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ഈമാനും നമ്മുടെ തഖ്വയും വർദ്ധിക്കേണ്ട, റബ്ബിലേക്ക് വിനയത്തോടെ താഴ്മയോടെ മടങ്ങാൻ കഴിയേണ്ട സന്ദർഭമാണ്. ഒരു 3-ാം ക്ലാസ്സുകാരി ഒരു കുറിപ്പിലൂടെ ചോദിച്ചൊരു ചോദ്യം, ദൈവം എന്താ ആരെയും രക്ഷിക്കാത്തെ എന്നാ ചോദിച്ചത്. ഈ 3 വയസ്സുകാരുടെ ചോദ്യം ആവർത്തിക്കുന്ന വലിയ ബുദ്ധിജീവികളുമുണ്ട്. അള്ളാഹുവിനെപ്പറ്റി, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെപ്പറ്റി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആ ചോദ്യം. ഏറ്റവും വലിയ അറിവ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെക്കുറിച്ചുള്ള അറിവാണ്. അവൻ ഏകനാണ്, അവന് തുല്യനായ ആരുമില്ല, ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാൾക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിയും. പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് ഈ സുന്ദരമായ ഭൂമിയെ സൃഷ്ടിച്ചു. ഇതിൽ കുന്നുകളും താഴ്വരകളും നദികളും സമുദ്രങ്ങളും എല്ലാം മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചു. ഖലഖലക്കും മാഫിൽ അർളി ജമിഅ. അതിൻ്റെ മനാക്കിബുകളിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുന്നു, യാത്ര ചെയ്യുന്നു. അള്ളാഹു സൃഷ്ടിച്ച് ഒരുക്കി വെച്ചതെല്ലാം മനുഷ്യൻ അനുഭവിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്, സൃഷ്ടിജാലങ്ങളുണ്ട്. അതിൽ നിസ്സാരനായ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. എന്നാൽ ഏറെ ആദരിച്ചത് മനുഷ്യനെയാണ് അല്ലാഹു തആല. അവന് വേണ്ടതെല്ലാം ഭൂമിയിൽ അല്ലാഹു ഒരുക്കി വെച്ചു. കാരുണ്യവാനായ റബ്ബ്, കരുണാവാരിധിയായ റബ്ബ് അവൻ്റെ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ ഇങ്ങനെ അനുഭവിച്ച് ജീവിക്കാൻ ഒന്നിനു പിറകെ ഒന്നായി അവൻ ഇങ്ങനെ നൽകിക്കൊണ്ടിരുന്നു. എന്നാൽ ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്, മനുഷ്യൻ അവൻ്റെ റബ്ബിനോട് നന്ദികേടാണ് കാണിച്ചതൊക്കെയും. ഇങ്ങനെയൊക്കെ നന്ദികേട് കാണിച്ചിട്ടും ധിക്കാരിയായിട്ടും ആ സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തെപ്പോലെ നിഷേധിച്ച് തള്ളി ജീവിച്ചിട്ടും മനുഷ്യൻ നിസ്സഹായനാകുന്ന അഹങ്കാരിയായ മനുഷ്യൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒന്നുമില്ലാത്ത മനുഷ്യൻ എല്ലാം നൽകിയ റബ്ബിനെ നിഷേധിക്കണം. ഈ നിഷേധിക്കുന്ന മനുഷ്യന് എന്തെങ്കിലും ഒന്ന് സ്വന്തമായി ചെയ്യാൻ കഴിയോ? അവനെക്കൊണ്ടാകില്ല. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും, മഴ വർഷിക്കുന്നതും, ആ മഴ അധികമാകുന്നതും മഴയില്ലാതെയാകുന്നതും, ചൂട് വർദ്ധിക്കുന്നതും കുറയുന്നതും എല്ലാം റബ്ബിൻ്റെ ശക്തമായ നിയന്ത്രണത്തിൽ മാത്രം. നിഷേധിയായ മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരുപാട് ആളുകൾ ഓടിയെത്തി അവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ, ജീവൻ രക്ഷാ കാര്യങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ ഈ നിഷേധികളിൽപ്പെട്ട പലരെയും നമ്മളവിടെ കണ്ടിട്ടില്ല. അനങ്ങിയാൽ അള്ളാഹുവിനെ പരിഹസിക്കുന്ന, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ കളിയാക്കുന്ന ഒരാളെയും ഇത്തരം കാര്യങ്ങളിൽ നമ്മളാരും കണ്ടിട്ടില്ല. അവർക്ക് മൈക്ക് കിട്ടിയാൽ, അവർക്ക് കിട്ടുന്ന വേദികളിൽ അവർ സംസാരിക്കാൻ വായ തുറന്നാൽ അള്ളാഹുവിനെ പരിഹസിക്കാനും അവനെ കളിയാക്കാനും അവൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കാനും മാത്രമാണ് ആ സന്ദർഭങ്ങളെ അവരൊക്കെയും ഉപയോഗപ്പെടുത്തുന്നത്. അള്ളാഹു പറയാണ്, മിക്കതും അള്ളാഹ് മാപ്പാക്കാണ്. വമാ അസ്വാബക മിൻ മുസീബത്തിൻ ഫബിമാ കസബത്ത് ഐദീക്കും, നിങ്ങൾക്ക് ഏതൊരാപത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിലും അത് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. വയഅഫു അൻ കസീർ, മിക്കതും അവൻ മാപ്പാക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യനും അള്ളാഹും തമ്മിലുള്ള ബന്ധം, ആ ബന്ധം മനുഷ്യനെ സൃഷ്ടിച്ച് ഇവിടെ സന്തോഷമായിട്ട് മാത്രം ജീവിക്കാൻ, സന്തോഷം മാത്രം ഉള്ള ഒരു ജീവിതം ജീവിക്കാൻ മനുഷ്യനെ പടച്ചു എന്നല്ലല്ലോ സൃഷ്ടാവായ റബ്ബ് പറഞ്ഞത്. മറിച്ച് പറഞ്ഞത് ഇതൊരു വലിയ പരീക്ഷണമാണ് എന്നാണ്.
ജീവിതവും മരണവും നിങ്ങൾക്ക് പരീക്ഷണമാണ്. മരണം വരെയുള്ള ജീവിതത്തിൻ്റെ നാളുകളൊക്കെയും ശക്തമായ പരീക്ഷണമാണ്. ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ കഴിയണം, അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ കഴിയണം. അതാണ് അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തുന്നിടത്തൊക്കെ ആവർത്തിച്ചു പറഞ്ഞത്. സൃഷ്ടിക്കുന്നവൻ, ജീവിതം നൽകിയവൻ മാത്രമല്ല, മരിപ്പിക്കുന്നവൻ മാത്രമല്ല. അള്ളാഹു പറയാണ്, വ അന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ, നിന്റെ റബ്ബിലേക്കാണ് എല്ലാം ചെന്ന് അവസാനിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എല്ലാം ചെന്ന് അവസാനിക്കുന്നത് വ അന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ, എല്ലാം ചെന്ന് അവസാനിക്കുന്നത് നിന്റെ റബ്ബിലേക്കാണ്. വ അന്നഹു ഹുവ അൽഹക വ അബ്ക, തീർച്ചയായും അവൻ തന്നെയാണ് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നത്, അവൻ തന്നെയാണ്. വ അന്നഹു ഹുവ അമാത വഅഹ്യ, അവൻ തന്നെയാണ് മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നതും അവൻ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരിചയപ്പെടുത്തി തരികയാണ്. നമ്മളാരും ഈ ഭൂമിയിൽ നിർഭയരല്ല എന്ന ഒരു അറിവ് നമുക്ക് നൽകുകയാണ്. ആ അറിവ് നമ്മൾ വിനയാന്യതരാകാനാണ്, നമ്മുടെ അഹങ്കാരം നശിക്കാനാണ്, നമ്മുടെ ഈഗോ ഇല്ലാതെയാകാനാണ്, പിണങ്ങിയവരുമായി അടുക്കാനാണ്, നമ്മുടെ ഉള്ളിലെ എല്ലാ വിരോധങ്ങളും അസ്തമിക്കാനാണ്, അകന്നവരെ ചേർത്ത് പിടിക്കാനാണ്. ഇതിനൊക്കെയാണ് ഒന്നുമല്ലല്ലോ എന്ന തിരിച്ചറിവ് നൽകാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഓരോ ദൃഷ്ടാന്തങ്ങളും നമുക്ക് കാണിച്ചു തരുന്നത്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു 7 തവണയിലധികം സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞു, വകം അഹ്ലക്നാ മിൻ ഖറിയ, വകം അഹ്ലക്നാ മിൻ ഖറിയ, എത്ര ഗ്രാമങ്ങളെ എത്ര പ്രദേശങ്ങളെ നാം നശിപ്പിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഇത് മനുഷ്യൻ ഭൂമിയിൽ എക്കാലത്ത് ജീവിക്കാൻ തുടങ്ങിയോ അക്കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ഭൂമിയിലെ ജീവിതം മനുഷ്യന് പരീക്ഷണം തന്നെയാണ്. ഈ തിരിച്ചറിവിന് വേണ്ടിയാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ ചരിത്രം അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. വകം മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹ ഫജാഅഹാ ബഅസുനാ ബയാതൻ ഔ ഹും ഖായിലൂൻ, അവർ ഉച്ചക്ക് ഉറങ്ങിക്കൊണ്ടിരിക്കെ, രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ എത്ര ഗ്രാമങ്ങളാണ് നശിപ്പിക്കപ്പെട്ടത്. അവലം യഅലം അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂനി മൻ ഹുവ അശദ്ദു മിൻഹു ഖുവ്വതൻ വഅക്സറു ജംഅ, നിങ്ങളെക്കാൾ സംഘബലമുള്ള, നിങ്ങളെക്കാൾ ശക്തിയുള്ള, നിങ്ങളെക്കാൾ എല്ലാ നിലക്കും ഒന്നാമത് ഉണ്ടായിരുന്ന പല തലമുറകളെയും നാം നശിപ്പിച്ചിട്ടുണ്ട് എന്നവർ മനസ്സിലാക്കുന്നില്ലേ? കടലിലും കരയിലും ആകാശത്തും വാഹനങ്ങളിലും മനുഷ്യൻ്റെ സഞ്ചാരത്തിലും മനുഷ്യൻ്റെ വീടിനകത്തും പുറത്തും എവിടെയും നിർഭയനല്ല എന്ന ഒരു കാര്യം അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യൻ എത്ര ശാസ്ത്രപരമായി പുരോഗതി പ്രാപിച്ചാലും, സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ എത്ര മുന്നോട്ട് കുതിച്ചു പാഞ്ഞാലും അതൊന്നും ദൈവനിഷേധത്തിലേക്കല്ല എത്തേണ്ടത്. ശാസ്ത്രം ഒരിക്കലും ദൈവനിഷേധത്തിലേക്ക് എത്താനുള്ളതല്ല. സാങ്കേതിക വിദ്യകൾ ഒരിക്കലും അള്ളാഹിനെ മറക്കാനുള്ളതല്ല. മറിച്ച് എല്ലാം അള്ളാഹുവിനെ ഓർക്കാനാണ്. കാരണം മനുഷ്യൻ്റെ നിസ്സഹായത ശാസ്ത്രം പഠിക്കുന്നവർക്ക് ബോധ്യപ്പെടും, ടെക്നോളജി പഠിക്കുന്നവർക്ക് ബോധ്യപ്പെടും. മനുഷ്യൻ്റെ ദുർബലതയും നിസ്സഹായതയും ഈ ലോകം തന്നെ മനുഷ്യൻ്റെ കൈവെള്ളകൾക്കുള്ളിൽ കിട്ടിയിട്ടുണ്ട് എന്ന് അഭിമാനിക്കുന്നുവെങ്കിലും മനുഷ്യൻ ദുർബലനാണ്. ഖുൽഖൽ ഇൻസാനു ദഈഫ, പല കാര്യങ്ങളിലും ഒന്നിനും കഴിവില്ലാത്തവനാണ്. അല്ലാഹ് ചോദിക്കുകയാണ്, അഫ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ ഔ ഹും നായിമുൻ, രാത്രി കിടന്നുറങ്ങിക്കൊണ്ടിരിക്കെ ആ ഗ്രാമക്കാർ അവർക്ക് അല്ലാഹുവിൻ്റെ ശിക്ഷ വന്നെത്തുകയില്ല എന്ന കാര്യത്തിൽ അവർ നിർഭയരാണോ? അവ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ളുഹൻ വഹും യൽഅബുൻ, പകൽ കളിച്ചുകൊണ്ടിരിക്കെ ഒരു ശിക്ഷ വന്നെത്തുകയില്ല എന്ന കാര്യത്തിൽ അവർ നിർഭയരാണോ? അല്ലാഹു തആല ആവർത്തിച്ച് ഖുർആനിൽ ചോദിക്കുകയാണ്, അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈൻ, ഒരു വർഷം 1 2 തവണ അതിലധികമോ അവർ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അവർ കാണുന്നില്ലേ? എന്നിട്ടും സുമ്മലാ യതൂബൂന, അവർ ഖേദിച്ചു മടങ്ങുന്നില്ല. വഹും ലവലാഹും യദ്ദക്കറൂൻ, അവർ ചിന്തിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്.
എല്ലാം സഹോദരങ്ങളെ നമുക്ക് റബ്ബിൻ്റെ ഗ്രന്ഥത്തിൽ റബ്ബ് ഒരു രേഖയിൽ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാസാബമി മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസിക്കും, ഭൂമിയിൽ എവിടെയാകട്ടെ നിങ്ങൾക്ക് തന്നെയുമാകട്ടെ ഏതൊരു വിപത്തും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബൽ, അത് വരുന്നതിന് മുമ്പേ ഒരു രേഖയിൽ ഉൾപ്പെട്ട് കഴിയാതിരുന്നിട്ടില്ല. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അള്ളാഹുവിന് ആ കാര്യങ്ങളെല്ലാം തന്നെ വളരെ എളുപ്പമുള്ളതാണ്. എത്ര സുന്ദരമായി ജീവിച്ചാലും മരണപ്പെട്ടു പോകണം, എത്ര സുന്ദരമായി ജീവിച്ചാലും മരിച്ചു പോകണം. തിരിച്ചുപോക്ക് പല വിധത്തിലാണ്, പല രൂപത്തിലാണ് പലരും തിരിച്ചു പോവുക. എല്ലാവരും മടങ്ങിപ്പോകണം, എല്ലാവരും തിരിച്ചു പോകണം. ഭൂമിയിൽ കഴിഞ്ഞവരൊക്കെയും തിരിച്ചു പോയവരാണ്, നമ്മളും തിരിച്ചു പോകും. പലരും പല രൂപത്തിലാണ്. പക്ഷേ അള്ളാഹു പറയാണ്, മനുഷ്യനെ ഈ ഭൂമി മാത്രമാണ് ജീവിതം എന്ന് ധരിച്ചു വെക്കരുത്. അവിടെയാണ് മനുഷ്യന് പ്രയാസങ്ങൾ ഉണ്ടാവുക. മറിച്ച് മനുഷ്യൻ്റെ ഈമാനും തഖ്വയും അനുസരിച്ച് വരാൻ പോകുന്ന ലോകത്ത് അവനിവിടെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പരീക്ഷണങ്ങൾ നന്നായി അള്ളാഹ് പറഞ്ഞ പോലെ ക്ഷമിക്കാൻ തയ്യാറാകുമ്പോൾ ചെല്ലുന്ന ലോകം അത് സുന്ദരമായിരിക്കും, സമാധാനത്തിൻ്റെ ലോകമായിരിക്കും, രക്ഷയുടെ ലോകമായിരിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം. അവർക്ക് വേണ്ടിയിട്ട് അവരുമായി ചേർന്ന് നിൽക്കുന്ന അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നമ്മെ കൊണ്ടാകുന്ന വിധത്തിൽ ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഹൃദയം പൊട്ടുന്ന കാഴ്ചകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 22 ഏക്കറോളം ഒരു പ്രദേശത്തു നിന്ന് മാത്രം മണ്ണോടെ ഒലിച്ചുപോയി. 466 ആളുകൾ ഇനിയും മണ്ണിനടിയിലാണ് എന്നാണ് രേഖ വന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, 279 മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു. അതിൽ 96 മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. പല ഭാഗങ്ങളാണ്, പൂർണ്ണമായി കിട്ടാത്ത പല ഭാഗങ്ങളാണ്. 25ഓളം കിലോമീറ്ററുകൾ കല്ലുകൾക്കും മരങ്ങൾക്കും ഇടയിലൂടെ മനുഷ്യ ശരീരം ഒഴുകിപ്പോയിട്ടുണ്ട്, ഛിന്ന ഭിന്നമായി പോയിട്ടുണ്ട്. സഹോദരങ്ങൾ, ഒരു വലിയ പരീക്ഷണം നമ്മുടെ സംസ്ഥാനം കണ്ടതിലേറ്റവും വലിയ ദുരന്തമാണ് സഹോദരങ്ങളെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാലും നമുക്ക് സന്തോഷം നൽകുന്ന കുറേ കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെയുണ്ട്. നമ്മളിപ്പോഴും ആ മണ്ണിൽ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തകരുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ജീവൻ പണയം വെച്ചും അവർ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ഇന്ന് രാവിലെ ചൂരൽമലയിലെ പടവെട്ടിക്കുന്നിൽ നിന്ന് 4 പേരെ ജീവനോടെ ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 4 പേരെ ജീവനോടെ കിട്ടിയിട്ടുണ്ട് എന്ന ഒരു സന്തോഷ വാർത്ത ഇപ്പോൾ ഈ മണിക്കൂറുകൾക്ക് മുമ്പാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പലർക്കും പ്രതീക്ഷകളുണ്ട്. നമ്മൾ അവിടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ഒരു ദുരന്തത്തെക്കുറിച്ച് കേട്ട ഉടനെ തന്നെ അവിടേക്ക് ഓടിപ്പോയ ആളുകൾ ഒന്നും തന്നെ ആഗ്രഹിക്കാതെ ഒരാളെയെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ എന്നാഗ്രഹിച്ചുകൊണ്ട് അവിടേക്ക് പോയവരുണ്ട്. അവിടെ വന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്ത സൈന്യങ്ങളുണ്ട്, നമ്മുടെ നാട്ടിലെ പട്ടാളക്കാരുണ്ട്, ഈ രക്ഷാപ്രവർത്തകരുണ്ട്, സന്നദ്ധ സംഘങ്ങളുണ്ട്. അവർക്കൊക്കെയും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, നമ്മളെ മക്കളൊന്ന് കുളത്തിൽ കുളിക്കാൻ വേണ്ടി പോയാൽ, നീന്താൻ വേണ്ടി പോയാൽ നമ്മൾ അവരോട് ദേഷ്യം പിടിക്കും, അവരെ നമ്മൾ ചീത്ത പറയും. എന്നാൽ അതൊക്കെയും അവഗണിച്ച് പലരെയും കണ്ണുവെട്ടിച്ച് നീന്തൽ പഠിച്ചവർ, രക്ഷാപ്രവർത്തനങ്ങൾ പഠിച്ചവർ, അവരൊക്കെയാണ് ഈ സന്ദർഭത്തിൽ നമ്മുടെ നാടിന് പ്രയോജനപ്പെട്ടവർ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്കവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ആ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്യുക, അവരോട് ചേർന്ന് നിൽക്കുകയും ചെയ്യണം. പലപ്പോഴും നമുക്കറിയാം, ഇനിയും ഇത്തരം കാര്യങ്ങളെല്ലാം നാടിൻ്റെ പല ഭാഗങ്ങളിൽ ആവർത്തിക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരേണ്ടത്, നമുക്ക് ഒന്നോടി രക്ഷപ്പെടാൻ, നമുക്കുള്ളതെല്ലാം ഒന്ന് കയ്യിലെടുത്ത് തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കാൻ ഒരു പക്ഷെ നമുക്ക് കഴിയണമെന്നില്ല. ഒരു വസിയത്ത് പറയാനോ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകാനോ കഴിയുകയില്ല. അള്ളാഹു പറയാണ്, അള്ളാഹുവിൻ്റെ നിങ്ങൾ അടുക്കലുള്ളത് എന്തൊക്കെയാണോ അത് മുഴുവനും നശിക്കാനും തീരാനുമുള്ളതാണ്. വമാ ഇൻദല്ലാഹി ബാഖ്, അള്ളാഹുവിൻ്റെ അടുക്കൽ എന്താണോ ഉള്ളത് അത് മാത്രമാണ് എന്ന് അവശേഷിക്കുക. വലനജിസിയന്നല്ലദീന സബറു, ക്ഷമാലുക്കൾക്ക് പൂർണ്ണമായ പ്രതിഫലം, അജ്റഹും പ്രതിഫലം ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനനുസരിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ അവർക്ക് പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയാണ് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഒരു മുന്നറിയിപ്പും കിട്ടിയില്ല എന്നാണ്. ഒരു ജിയോളജി വകുപ്പിനോ കാലാവസ്ഥ വകുപ്പിനോ ഒന്നും തന്നെ ഒരു ഈ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൻ്റെ മുൻപിൽ ഒന്ന് പറയാൻ, ഒരു മുന്നറിയിപ്പ് നൽകാൻ, ഒരു സൂചന നൽകാൻ, ഒരു ഇൻഫർമേഷൻ നൽകാൻ ഈ ടെക്നോളജി ഇത്രയും വികസിച്ച കാലത്ത് പോലും കഴിഞ്ഞില്ല
കഴിയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് റബ്ബിൻ്റെ തീരുമാനം എന്താണോ ആ തീരുമാനം നടപ്പിൽ വരിക തന്നെ ചെയ്യും. നമ്മളും പ്രതീക്ഷിക്കുക സഹോദരങ്ങളെ. പലരും പല രൂപത്തിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കും ഒരു മൽജ ഉണ്ട്, നമുക്കും മരിക്കുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് നമ്മളെ റബ്ബ് കൊണ്ടുപോകും. എങ്ങനെയാണ് നമ്മളെ മരണമെന്നറിയില്ല. എങ്ങനെ മരിക്കുകയാണെങ്കിലും ഈമാനോടുകൂടി തഖ്വയോടുകൂടി മരിക്കാൻ നമുക്ക് സാധിച്ചാൽ ചെല്ലുന്ന ലോകത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രാർത്ഥനകൾ അത് താഴ്മയോടെ വിനയത്തോടെ മനസ്സാന്നിധ്യത്തോടെ ആദാബുകളും ശുറൂത്തുകളും നിബന്ധനകളും മാനദണ്ഡങ്ങളും മര്യാദകളും പാലിച്ചുകൊണ്ട് നിർവഹിക്കേണ്ടതാണ് പ്രാർത്ഥന. പ്രാർത്ഥനകൾ കൊണ്ട് നമ്മൾ കളിക്കരുത്. പ്രാർത്ഥനകൾ കൊണ്ട് കളിക്കരുത്. അത് വൈറലാകാൻ വേണ്ടി മക്കളെക്കൊണ്ട് തമാശ ചെയ്യിപ്പിച്ച്, കുട്ടികളെക്കൊണ്ട് തമാശ ചെയ്യിപ്പിച്ച്, എല്ലാം കൊണ്ടും കളിച്ച് പ്രാർത്ഥനകൾ കൊണ്ടുപോലും കളിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിപ്പോയിട്ടുണ്ട്. എന്തെല്ലാം നിലക്കാണ് പണ്ഡിതന്മാരുടെ പ്രാർത്ഥനയെ അനുകരിച്ചുകൊണ്ട്, ആ ശൈലി അനുകരിച്ചുകൊണ്ട് ഒരു തമാശയാക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഉദ്ഉ തളർറുഅൻ വഖീഫ. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് വിനയത്തോടെ താഴ്മയോടെ മനസ്സ് തട്ടി അള്ളാഹുവിലേക്ക് ഉയരുന്ന കൈകൾ. അത് തമാശയാക്കാനുള്ളതല്ല സഹോദരങ്ങളെ. മനസ്സിൽ തട്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് ചില സ്വീകാര്യതകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യുക. അൻസാറുകളാകാൻ നമുക്ക് കിട്ടുന്നൊരവസരമാണിത്. ഈ അവസരത്തെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ മനസ്സറിഞ്ഞ് അവിടെയുള്ള ഓരോ ആളുകളെയും മനസ്സിൽ കണ്ട്, ആ ദുരന്തത്തെ മനസ്സിൽ കണ്ട് നമ്മൾ ചെയ്യുക. ഒരിക്കലും ഒരുപാട് 10 ചാക്കുമായി അല്ലെങ്കിൽ 10 ലോഡ് പുറപ്പെട്ടു എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ പരസ്യപ്പെടുത്താനല്ല. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. ഞങ്ങളെ സംഘടന എത്ര ചെയ്തു, ഈ സംഘടന എത്ര ചെയ്തു, ഞങ്ങളത് എത്ര കൊടുത്തയച്ചു എന്ന് പറഞ്ഞ് അത് പരസ്യപ്പെടുത്താനല്ല. മറിച്ച് സ്വകാര്യമായി അവകാശികളിലേക്ക്, കഷ്ടപ്പെടുന്നവരിലേക്ക്, പ്രയാസപ്പെടുന്നവരിലേക്ക് അതെത്തിക്കാൻ ഏകദേശം 2500ഓളം ആളുകൾ ഇപ്പോഴും ക്യാമ്പുകളിലുണ്ട്. ആരുമില്ലാതെ ഒറ്റപ്പെട്ട പ്രായമായ ആളുകളുണ്ട്, ചെറിയ മക്കളുണ്ട്, ഒരു സ്ത്രീ മാത്രമായവരുണ്ട്. അങ്ങനെ പലതരത്തിലാണ് നമ്മൾ കണ്ണീരിൽ കുതിർന്ന ഒരു പ്രളയം തന്നെ, കണ്ണീരിൽ കുതിർന്ന കണ്ണുനീരാലുള്ള ഒരു പ്രളയമാണ് നമ്മളവിടെ കാണുന്നത്. പട്ടാളക്കാർ വന്ന് ഒരു പാലം കെട്ടി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സഹോദരങ്ങളെ, അവർക്ക് അവരുടെ കൂടെ നിന്ന് അവരിലേക്ക്, ജീവിതത്തിലേക്ക് ഇനി നമുക്ക് അവർക്കൊരു ജീവിതം കൊടുക്കാൻ, ആ ജീവിതത്തിലേക്കുള്ളൊരു പാലമാണ് നമുക്കെല്ലാവർക്കും നിർമ്മിക്കാനുള്ളത്, കെട്ടാനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ രണ്ടാമത്തെ ഒരു പുനരുദ്ധാരണം അവിടെ ആവശ്യമാണ്. അവിടെ കലാലയങ്ങൾ വേണം, സ്ഥാപനങ്ങൾ വേണം, നഷ്ടപ്പെട്ട വീടുകൾ ഉണ്ടാക്കണം. അതിന് ഒരു വലിയ ഒരു നാടിൻ്റെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ വലിയ ഭീമമായ സംഖ്യകളുണ്ട്. നമ്മളെ കൊണ്ടെന്താണോ കഴിയുന്നത് അത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക്. നീ തന്ന നിഅമത്ത് അത് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് കാവലിനെ ചോദിക്കുന്നു. ഇത്രയും കാലം സമ്പാദിച്ച സമ്പത്ത് നിഅമത്താണ്. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ച് ഒരുക്കു കൂട്ടി വെച്ച സ്വത്ത്, അത് സമ്പത്ത് നിൻ്റെ നിഅമത്താണ്. എൻ്റെ ആരോഗ്യം, എൻ്റെ മക്കൾ, ഞാൻ പടുത്തുയർത്തിയ വീട്, ഇതെല്ലാം പടച്ചോനെ തന്ന നിഅമത്താണ്. ആ നിഅമത്ത് ഒരു രാത്രി കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് ആ നിഅമത്ത് നീങ്ങിപ്പോകുന്നതിൽ നിന്നും അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക് വതഹവ്വുൽ ആഫിയതിക്. പടച്ചോനെ നീ നൽകിയ ആഫിയത്ത്, നീ തന്ന ആരോഗ്യം, ഈ ശരീരം, ഇത് ഇല്ലാതെയാകുന്നതിൽ നിന്ന്, നീ തന്ന ശാരീരിക സുഖം, മാനസിക സുഖം, അതില്ലാതാകുന്നതിൽ നിന്ന് റബ്ബെ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വഫുജാഅത്തി നിഖ്മതി, പെട്ടെന്ന് വരുന്ന
ആകസ്മികമായി അപ്രതീക്ഷിതമായി വരുന്ന നിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ കാവലിനെ ചോദിക്കുന്നു. വജമിയ സഹത്തിക്ക, നിന്റെ എല്ലാ ക്രോധങ്ങളിൽ നിന്നും നിന്റെ എല്ലാ വെറുപ്പുകളിൽ നിന്നും നാഥാ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ജഹ്ദിൽ ബഅലാഹ്. അല്ലാഹുവേ, പരീക്ഷണത്തിൻ്റെ കെടുതികളിൽ നിന്ന്, തീവ്രമായ പരീക്ഷണത്തിൻ്റെ കെടുതികളിൽ നിന്ന് റബ്ബേ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. വദറക്കി ഷഖാ, ദൗർഭാഗ്യത്തിൻ്റെ പിടുത്തത്തിൽ നിന്ന്, വസൂഇൽ ഖളാ, തിന്മയുടെ മോശമായ വിധികളിൽ നിന്ന് പടച്ചോനെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഹദ്മി വമിനത് തറദ്ദി, എല്ലാം തകർന്നടിഞ്ഞ്, എല്ലാം നഷ്ടപ്പെട്ട്, എല്ലാം വീണുടഞ്ഞ് മരണപ്പെടുന്നതിൽ നിന്ന് നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഹദ്മി വമിനത് തറദ്ദി വമിനൽ ഗറഖി വൽ ഹറഖ്, കത്തിമരിക്കുന്നതിൽ നിന്നും റബ്ബേ മുങ്ങി മരിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. റബ്ബിനോട് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആപത്തുകളിൽ നിന്നും എല്ലാ വിപത്തുകളിൽ നിന്നും നമ്മളെയും നമ്മുടെ പൊന്നുമക്കളെയും നമ്മുടെ കുടുംബത്തെയും പ്രായമായ നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ നാടിനെയും നമ്മുടെ രാജ്യത്തെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. വയനാട്ടിലെ ദുരന്തബാധിതരായ ആളുകൾക്ക്, ഈമാനോടുകൂടി മരണപ്പെട്ട ആളുകൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു പകരം സ്വർഗം പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെ വേദനകൾക്കും യാതനകൾക്കും പകരം ഉന്നതമായ പദവി നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നിരാലംബരായ ആ കുടുംബങ്ങൾക്ക് അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ള വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ള മുഴുവൻ സന്തോഷ വാർത്തയും അള്ളാഹു തആല അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ വീണ്ടെടുപ്പിന് അള്ളാഹു തആല ആക്കം കൂട്ടി അതിന് എളുപ്പം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം നിൽക്കാനുള്ളൊരു നല്ല മനസ്സ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ജഹദിൽ ബലാ വദറഖി ഷഖാ വസൂഇൽ ഖളാ وشماتة الأعداء. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك يا رب العالمين. اللهم إنا نعوذ بك من البرص والجنون والجذام ومن سيء الأسقام. اللهم إنا نعوذ بك من الهدم ومن التردي ومن الغرق والهرق يا رب العالمين. اللهم اشف مرضانا ومرضى المسلمين. اللهم ارحم موتانا وموتى المسلمين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. واخر دعوانا ان الحمد لله رب العالمين.